പ്രത്യക്ഷ ദൈവമേ പ്രത്യക്ഷ ദൈവമേ ആത്മാവിലാനന്ദം നൽകുന്ന ദൈവമേ പ്രത്യക്ഷ ദൈവമേ പ്രത്യക്ഷ ദൈവമേ ആത്മാവിലാനന്ദം നൽകുന്ന ദൈവമേ ആദിവിത്തായിട്ടുദിച്ചൊരു ദൈവമേ ആദിവിത്തായിട്ടുദിച്ചൊരു ദൈവമേ അഖിലാണ്ട സൃഷ്ടികൾ ചെയ്യുന്ന ദൈവമേ അഖിലാണ്ട സൃഷ്ടികൾ ചെയ്യുന്ന ദൈവമേ പ്രത്യക്ഷ ദൈവമേ പ്രത്യക്ഷ ദൈവമേ ആത്മാവിലാനന്ദം നൽകുന്ന ദൈവമേ പ്രത്യക്ഷ ദൈവമേ ദൈവമേ പരിശുദ്ധ പരനേ പരമഗുരു പരിശുദ്ധിയായ എന്നിൽ വാഴണമേ പരിശുദ്ധ പരനേ പരമഗുരു പരിശുദ്ധിയായ എന്നിൽ വാഴണമേ പരിപൂർണ ശക്തിയെ കണ്ടിടുവാൻ പരിപൂർണ ജ്ഞാനത്തെ നൽകണമേ പരിപൂർണ ശക്തിയെ പരിപൂർണ ശക്തിയെ കണ്ടിടുവാൻ പരിപൂർണ ജ്ഞാനത്തെ നൽകണമേ കലിയുഗ അവതാര രൂപമെന്നിൽ കളിയാടി വാഴുന്ന കാണണമേ കലിയുഗ അവതാര രൂപമെന്നിൽ കളിയാടിടുന്നതു കാണണമേ കളിയാടിടുന്നതു കാണണമേ കലിയുഗ അവതാര രൂപമെന്നിൽ കളിയാടിടുന്നതു കാണണമേ കാണണമേ എന്നിൽ കാണണമേ അർജിതൻ രൂപത്തെ കാണണമേ കാണണമേ എന്നിൽ കാണണമേ അർജിതൻ രൂപത്തെ കാണണമേ വാഴണമേ എന്നിൽ വാഴണമേ സത്യസുഖാനന്ദം വാഴണമേ വാഴണമേ എന്നിൽ വാഴണമേ സത്യസുഖാനന്ദം വാഴണമേ 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 എന്നിൽ വാഴണമേ തുള്ളിക്കളിച്ചെന്നും വാഴണമേ വാഴണമേ എന്നും വാഴണമേ സത്യസുഖാനന്ദം വാഴണമേ
വാഴണമേ വാഴണമേ തുള്ളിക്കളിൽ ചെന്നു വാഴണമേ വാഴണമേ എങ്കിൽ വാഴണമേ തുള്ളിക്കളിൽ ചെന്നു വാഴണമേ വാഴണമേ എന്നിൽ വാഴണമേ സത്യശുഭാനന്ദം വാഴണമേ വാഴണമേ എന്നിൽ വാഴണമേ സത്യശുഭാനന്ദം വാഴണമേ എന്നിൽ വാഴണമേ ഉള്ളിക്കളിൽ ചെന്നു വാഴണമേ സമ്പൂർണ്ണ ജ്ഞാന സ്വരൂപ സർവ അജ്ഞാന സംഹാര രൂപ സമ്പൂർണ്ണ പൂർണ്ണ ജ്ഞാന സ്വരൂപ സർവജ്ഞാന സംഹാര രൂപ സമ്പൂർണ്ണ ഉൾക്കാമ്പിലെപ്പോഴും അങ്ങേ പ്രഭ കാണുമാറാകണേ നാഥാ മൽപ്രാണനാഥന്റെ വാഴ്ച എന്റെ ഉൾക്കാമ്പിലാനന്ദ വാഴ്ച മൽപ്രാണനാഥന്റെ വാഴ്ച എന്റെ ഉൾക്കാമ്പിലാനന്ദ വാഴ്ച ആദിയന്താനന്ദ വാഴ്ച സർവാത്മാവിലെപ്പോഴും വാഴ്ച മൽപ്രാണനാഥന്റെ വാഴ്ച എന്റെ ഉൾക്കാമ്പിലാനന്ദ വാഴ്ച ആദിയന്താനന്ദ വാഴ്ച സർവാത്മാവിലെപ്പോഴും വാഴ്ച സമ്പൂർണ്ണ ജ്ഞാന സ്വരൂപ സർവജ്ഞാന സംഹാര രൂപ സമ്പൂർണ്ണ ഉൾക്കാമ്പിലെപ്പോഴും അങ്ങേ പ്രഭ കാണുമാറാകണേ നാഥാ സർവ പ്രപഞ്ച പ്രകൃതികൾക്കും ആദിവിത്തായുദിച്ച ബ്രഹ്മജ്ഞാന രൂപം, സർവകർമ്മങ്ങൾക്കും ആദിവിത്തായി തീർന്ന ബ്രഹ്മജ്ഞാന രൂപം
സർവ അനുഭവങ്ങൾക്കും മൂലവിത്തായി തീർന്ന ബ്രഹ്മജ്ഞാന രൂപം ഈ പ്രകൃതിയിൽ, ഈ ലോകത്തിൽ സമ്പൂർണ്ണ അവതാരം കൈക്കൊണ്ട ശുഭാനന്ദ അവതാരത്തെ കാണുവാനും കേൾക്കുവാനും അറിയുവാനും അനുഭവിക്കുവാനും പരമഭാഗ്യം ലഭിച്ച ശുഭാനന്ദ സന്താനങ്ങളെ, നിങ്ങൾ ഒരാഴ്ചക്കാലമായി ചെയ്ത ഓരോ ഭൗതികവും ആത്മീയവുമായ കർമ്മങ്ങളിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച സർവ്വ കേടുപാടുകളും പരിഹരിച്ച് പുത്തൻ ജീവൻ, പുത്തൻ ഉണർവ്, പുത്തൻ ഹൃദയം അതിനെ സ്വീകരിപ്പാൻ സർവ്വപാപങ്ങളും കഴുകിക്കളഞ്ഞ് സർവ്വമാലിന്യങ്ങളും കഴുകിക്കളഞ്ഞ് ജ്ഞാനാഭിഷേകത്തിലൂടെ പുത്തൻ ഹൃദയത്തെ സ്വീകരിച്ചു കൊണ്ടുപോകുവാൻ ദൈവം തന്ന ഈ നിയമം പാലിക്കുവാൻ ഓടിയെത്തിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകും. സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപനാകുന്ന ഗുരുവിൻ്റെ ജ്ഞാനാഭിഷേകം, അളവില്ലാത്ത ജ്ഞാനാഭിഷേകം, ആ അമൃതധാര അത് നിങ്ങളുടെ ഹൃദയത്തെ കുളിർപ്പിക്കുമാറാകട്ടെ. സർവശക്തിയുടെ കാരുണ്യത്തിൽ കൂടി നമ്മുടെ ഓരോ കർമ്മങ്ങളും ഉന്നതമായ വിധത്തിൽ ദൈവവും ദൈവദൂതന്മാരും ഈ പ്രകൃതിയും ദേവീദേവന്മാരും പൂർവ്വകർമ്മ സുഹൃതികളും എല്ലാം ഒത്തുചേർന്ന് നിന്നുകൊണ്ട് നടത്തിക്കുന്നു. എല്ലാം നമുക്കൊന്നിനൊന്നുപരിയായ അനുഭവമായിക്കൊണ്ടേയിരിക്കുന്നു. ശാഖാശ്രമ വാർഷികങ്ങളായാലും ഇവിടെ നടന്ന ജന്മനക്ഷത്ര മഹോത്സവങ്ങളായാലും എല്ലാം ഓരോന്നും ചിന്തിച്ചാൽ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അനുഭവങ്ങൾ ഓരോ കർമ്മങ്ങളിലും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് മഹാശക്തി ഇതെല്ലാം നടത്തുന്നത്. ഏത് ഹൃദയമാണോ ഒരുങ്ങി വരുന്നത് അവർക്കത് അനുഭവമാകും. ഒളിപ്പിച്ചു വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഒളിപ്പിക്കുന്നതല്ല, അത് ഒളിവിലാണ് അതിൻ്റെ ഇരിപ്പ്. തെളിയണമെങ്കിൽ എന്തൊരുങ്ങണം? ഹൃദയം ഒരുങ്ങണം. ഒരുങ്ങുന്ന ഹൃദയത്തിൽ അത് കാണാൻ പറ്റും. എത്ര ഒളിച്ചിരുന്നാലും കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ പ്രത്യേകത അതാണ്. നിഷ്കളങ്ക ഹൃദയങ്ങൾക്ക് ഗുരുവിൻ്റെ ആനന്ദത്തെ അനുഭവിക്കുവാൻ പറ്റും. അതെല്ലാ കർമ്മങ്ങളിലും ഉണ്ട്. ആനന്ദമില്ലാതെ ഒന്നുമില്ല. ഉപദേശം, ജന്മാന്തര ജ്ഞാനോപദേശം പഠിക്കുമ്പോൾ വളരെ പ്രത്യേകമായി പഠിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ അക്ഷരത്തിലും ബ്രഹ്മജ്ഞാനമാണ്, സർവജ്ഞാനമാണ്. ഓരോ അക്ഷരവും സർവജ്ഞാനമാണ്. അത് തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ വിശദീകരണം അതുപോലെ വിശദാംവിധം പഠിച്ച് മനസ്സിലാക്കിയെങ്കിലേ പറ്റൂ. ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന ആ സർവജ്ഞാനത്തെ തിരിച്ചറിയണമെങ്കിൽ അത് വിശദാംവിധം നമ്മൾ പഠിക്കുകയും അതിനനുസരിച്ച് ജീവിതം പരിശുദ്ധമാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും അതിനെ ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് അതിൽ ഉള്ളടക്കമായി നിൽക്കുന്ന അറിവിനെ അഥവാ ബ്രഹ്മജ്ഞാനത്തെ തിരിച്ചറിയുന്നു. ഇല്ലെങ്കിൽ ഒരു വാക്ക്, ഒരു കുറച്ചു നേരം ഇരുന്ന് പറയുന്ന കുറച്ച് വാക്കുകൾ എന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ. അതിൻ്റെ ശക്തി, അതിലെ അറിവ്, അതിലെ ആനന്ദം അത് തിരിച്ചറിയണമെങ്കിൽ നിയമജീവിതം ചെയ്യണം. ഇതുപോലെ തന്നെ ഗുരുവിൻ്റെ കർമ്മങ്ങളിലും പരിപൂർണമായും ആനന്ദത്തെ നിറച്ചു വെച്ചിട്ടുണ്ട്. കാരണം അറിവാകുന്ന ഗുരു ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ച അറിവിനാൽ ചെയ്യുന്ന കർമ്മമാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും. അറിവിൻ്റെ കർമ്മഫലം എന്താണ്? ആനന്ദം മാത്രമാണ്. അറിവുകേട് കൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നത്. അറിവിനൊരിക്കലും ദുഃഖമില്ല. അറിവുകൊണ്ട് എന്ത് കർമ്മം ചെയ്താലും അതിന് സുഖവും ആനന്ദവും മാത്രമേ ഉള്ളൂ. അങ്ങനെ നിത്യവും സുഖവും ആനന്ദവും നിങ്ങൾ നിലനിർത്തുവാനാണ് ഈ നിത്യ നിയമങ്ങളെ തന്നിരിക്കുന്നത്. അത് കൃത്യമായി പാലിക്കുന്നവർക്കെല്ലാം ആനന്ദം അനുഭവിക്കുവാൻ പറ്റും. ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റേതായ സവിശേഷതകളോടുകൂടി തന്നെ ഈ ആനന്ദത്തെ നുകർന്ന് അനുഭവിക്കുവാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ശാസ്താംകോട്ട ശാഖാശ്രമ വാർഷികവും അടൂർ ശാഖാശ്രമ വാർഷികവും ഒക്കെ കഴിഞ്ഞു. എല്ലാം ഒന്നിനൊന്നുപരിയായി മഹാശക്തി നടത്തി. വർണ്ണനാതീതമായ അനുഭവങ്ങളാണ്. അതുപോലെ വയനാട് ശാഖാശ്രമ വാർഷികം കഴിഞ്ഞു. അതും അതിനേക്കാൾ ഉപരിയായി, കാരണം വളരെ വിദൂരത്തിൽ ഇവിടെ നിന്നൊക്കെ ആളുകൾ പോയിട്ടാണ് വയനാട് ശാഖാശ്രമവും വാർഷികവും നടത്തിയിരിക്കുന്നത്. അവിടെ ഇപ്രാവശ്യം വളരെ പ്രത്യേകത ഞാൻ നിങ്ങളോട് നേരത്തെ അറിയിച്ചതാണ്. കനകാഭരണങ്ങൾ ചാർത്തി പുതിയ ഛായാചിത്രം പുനഃപ്രതിഷ്ഠ ചെയ്തുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ വാർഷികം നടത്തപ്പെട്ടത്. അതവിടെ ഉള്ളവർക്കും ആ പ്രദേശവാസികൾക്കും എല്ലാം വളരെ കൗതുകവും ആനന്ദവും ഉളവാക്കിയിട്ടുണ്ട്. എന്നും അത് അവിടെ സർവൈശ്വര്യമായി നിലനിൽക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഉപരിയായ ആനന്ദത്തിൽ ഓരോ കർമ്മവും നടത്തുന്നത് എന്തുകൊണ്ടാണ് നടക്കുന്നത്? മാറ്റമില്ലാത്തവൻ, മരണമില്ലാത്തവൻ, പരമഗുരു വരൻ വാണിടുന്നു. അപ്പോൾ മാറ്റമില്ലാത്ത, മരണമില്ലാത്ത പരമഗുരുവിൻ്റെ വാഴ്ച ലോകാന്ത്യം വരെ ഉണ്ടാകും
എന്ന് പരിപൂർണ നിശ്ചയം ചെയ്ത ആ നിശ്ചയം അനുഭവമാണ്, അത് പരിപൂർണമായും സത്യമാണ് എന്ന അനുഭവമുള്ളവരൊന്ന് കൈ ഉയർത്തിക്കണ്ടാക്കും. ഇത് ലോകാന്ത്യം വരെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതും കാണണമെങ്കിൽ, ഇതും തിരിച്ചറിയണമെങ്കിൽ അതിനും അറിവ് വേണം, ആശ്രയം വേണം. ഒരു കാലത്ത് നമ്മുടെ ഈ നാമം ലോകത്തിൽ പറയുവാൻ പറ്റാത്ത വിധം വളരെ ഇടുക്കവും ഞെരുക്കവും അനുഭവിച്ചിരുന്നു. ഭഗവാൻ തന്നെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു 4 വലം പാറയ്ക്കുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന നീലക്കൊടുവേലി പോലെയാണ് ശുഭാനന്ദാദർശം. വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് നീലക്കൊടുവേലി. എന്നാൽ അതിന് വേണ്ട വിധത്തിൽ വളരുവാനോ പുറം ലോകം കാണുവാനോ കഴിയാത്ത വിധം അത് 4 വശവും പാറയാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് വളരുന്നതെങ്കിൽ അതിൻ്റെ ഗുണം ലോകമറിയുകയോ ഇതിന് യഥേഷ്ടം വളരുകയോ ചെയ്യാൻ നിർവാഹമില്ലാത്തതുപോലെ ഈ സത്യമാകുന്ന ആദർശം 4 വലം പാറയ്ക്കുള്ളിൽ നിലകൊള്ളുന്നു. ഈ 4 വലം പാറ എന്ന് പറയുന്നത് ചാതുർവർണ്ണ്യമാണ്. 4 വിധത്തിലാണല്ലോ ജാതി മതങ്ങൾ തുടക്കം കുറിച്ചത്. ആ ചാതുർവർണ്ണ്യത്തെയാണ് ഈ 4 വലം പാറ എന്നുദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് പിന്നെ ജാതി, ഉപജാതി, അതിൻ്റെ ജാതി, അങ്ങനെ ജാതി വർദ്ധിച്ച് ജാതി മഹാവ്യാധിയായി തീർന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ നടുവിലാണ് ഈ സത്യാദർശത്തെ സ്ഥാപിച്ച് വളർത്തുവാൻ ദൈവം തീരുമാനിച്ചത്. ആ അവസ്ഥയിൽ നിന്ന് വളരെ ഇടുക്കവും ഞെരുക്കവും കഷ്ടതയും പട്ടിണിയും ഒക്കെ അനുഭവിച്ച് അതിനെ വളർത്തി പല സ്ഥലങ്ങളിലും കടന്നു ചെന്ന് ഓരോരുത്തരേക്കും ഈ സത്യത്തെ അറിയിച്ച് വളർത്തിക്കൊണ്ടുവന്ന് വീണ്ടും വന്ന ശരീരത്തിലിരുന്നു കൊണ്ട് വീണ്ടും വളർത്തി ഓരോ ശരീരങ്ങൾ മാറും തോറും അതിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് അതിൻ്റെ വളർച്ചകളെ വരുത്തിക്കൊണ്ട് ഇന്നും മഹാശക്തി ലോകത്തിൽ വാഴുന്നു. ഇന്ന് ലോകം മുഴുവൻ പ്രചാരം നേടിയ മഹാകുംഭമേള നിങ്ങളെല്ലാം അറിഞ്ഞതായിരിക്കും അല്ലേ? പ്രാവശ്യം പൂർണ്ണകുംഭമേള, മഹാകുംഭമേള ആണ് നടന്നത്. 144 വർഷം കൂടിയിരിക്കുമ്പോൾ നടക്കുന്ന മഹാകുംഭമേളയാണ് ഇപ്രാവശ്യം നടന്നത്. വളരെ ശക്തമായ പരസ്യങ്ങളും അതിന് പ്രചാരണങ്ങളും ഒക്കെ നടത്തി വളരെയധികം ആളുകൾ, കോടിക്കണക്കിന് ആളുകളാണ് അവിടെ പോയി സ്നാനം ചെയ്തത്. ആ മഹാകുംഭമേള നടക്കുന്നിടത്ത് ലക്ഷക്കണക്കിന് സന്യാസിമാർ തന്നെയുണ്ട്. ആ സന്യാസിമാരെ മുഴുവൻ നേതൃത്വം വഹിക്കുന്ന, അതിൻ്റെ അധികാര പദവിയിലിരിക്കുന്ന മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്ന ആ സന്യാസ സമൂഹത്തിൻ്റെ ജുന അഖാഡയുടെ ഗുരു, അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയായി പ്രവർത്തിക്കുന്ന ഒരാൾ ഒരു ദിവസം വിളിച്ചു, എന്നോട് ചോദിച്ചു, ആനന്ദവനം സ്വാമിക്ക് ശുഭാനന്ദാശ്രമത്തിലോട്ടൊന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് അനുവാദം കിട്ടുമോ? ഞാൻ ചോദിച്ചു, അദ്ദേഹം ഇങ്ങോട്ട് വരുന്നു? ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് ഉത്തരേന്ത്യയിലാണ്. അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതും അതിൻ്റെ അഭിഷേകം നടന്നതും ഒക്കെ നമ്മൾ പത്രത്തിലുമൊക്കെ വായിച്ചതാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. മലയാളിയാണെന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷമുണ്ടായി. പക്ഷെ ഒരിക്കലും അദ്ദേഹം ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് മലയാളി ഒരാളായിട്ടുണ്ട്. പക്ഷേ ഈ കേരളം അദ്ദേഹം കണ്ടിട്ടില്ല. ഉത്തരേന്ത്യയിൽ മാത്രമാണ് അവരുടെ പ്രവർത്തനം കൂടുതലായുള്ളത്. ഇപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനൊരു ചോദ്യം വന്നു. ആനന്ദവനം സ്വാമി, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആനന്ദവനം ഭാരതി എന്നാണ് പേര്. സ്വാമിക്ക് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ചോദിച്ചു, ഇങ്ങോട്ട് വരുന്നു? എനിക്കൊരു സംശയമാണ്. അതെ, ആശ്രമത്തിലോട്ടൊന്ന് വരാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ആശ്രമങ്ങളിലൊക്കെ പോയി നമസ്കരിക്കുന്ന അദ്ദേഹത്തിനൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ കേരളത്തിലുള്ള ആശ്രമങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ആശ്രമങ്ങളിൽ ഇപ്പോൾ പോയി, ഇനി അങ്ങോട്ടൊന്ന് വരാനാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വന്നാട്ടെ, വരട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളതെന്ന് പറഞ്ഞു. എങ്കിലും എനിക്കൊരു അത്ഭുതമാണ്. കാരണം ഇതിന് വെറുതെ അല്ലോ ആണോ? ഇപ്പോൾ രണ്ടാമത് വീണ്ടും വിളിച്ചു. ഇപ്പം ഞങ്ങളൊരു 8-9 പേര് കാണും. ഞങ്ങൾക്കൊന്ന് ഒരു ദിവസം ഒന്ന് സ്റ്റേ ചെയ്യാനുള്ള, ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ചെറിയ സൗകര്യത്തിൽ അദ്ദേഹം സ്റ്റേ ചെയ്യുമെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞു. അതിനെന്താണെന്നോ, ആശ്രമമില്ലയോ, അതിൻ്റെ ചുറ്റുപാടൊക്കെ മതി. അദ്ദേഹം വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. വീണ്ടും വിളിച്ചു. 3-ാമത്തെ പ്രാവശ്യവും വീണ്ടും വിളിച്ചു. ഇത്രാം തീയതി ഇത്ര മണിക്കെത്തും എന്നറിയിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. അദ്ദേഹം 5 മണിക്ക് അല്പം മുമ്പ് ഇവിടെ എത്തി. അപ്പോൾ കൂടെ ഒരാളുണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന പോലൊരു ചെങ്കോൽ അദ്ദേഹത്തിനുണ്ട്. അത് കൂടെ നിൽക്കുന്ന ആളാണ് പിടിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ? അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ പദവിയെ അലങ്കരിക്കാനുള്ളതാണ്. അതിൻ്റെ കൂടെ വെള്ളി കൊണ്ട് നിർമ്മിച്ച രഥമുണ്ട് അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ.
വെള്ളി രഥം, പിന്നെ വാള്. അവർ സാത്വികം മാത്രം ഉപയോഗിക്കുന്ന സന്യാസിമാരല്ല, അത്യാവശ്യം വന്നാൽ വാളും എടുക്കുന്നവരാണ്. അവരുടെ രീതി അങ്ങനെയാണ്, അഖാഡകളുടെ രീതി അങ്ങനെയാണ്. ഒരു സമയത്ത് വലിയ വലിയ സുൽത്താൻമാരൊക്കെ ചെന്ന് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ആക്രമിച്ച സമയത്ത് അവരെ നേരിടാൻ വേണ്ടി അവരെ പരിശീലിപ്പിച്ച്, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഈ വാൾപ്പയറ്റുമൊക്കെ പഠിപ്പിച്ച്, ശസ്ത്രവിദ്യ കൂടി അവരെ പഠിപ്പിക്കുന്നുണ്ട് ശാസ്ത്രത്തിൻ്റെ കൂടെ. അങ്ങനെ ശാസ്ത്രവും പഠിച്ചാണ് ആ സന്യാസിമാർ വളർന്നു വരുന്നത്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ആലങ്കാരികമായി കൂടെ ഉള്ളതാണ്. പക്ഷേ കേരളത്തിലോട്ട് വന്നപ്പോൾ അതൊന്നും കൊണ്ടുവന്നില്ല. പക്ഷേ ആ ചെങ്കോല് മാത്രം പിടിച്ചുകൊണ്ടൊരാൾ കൂടെ ഉണ്ട്, ഒരു ഹിന്ദിക്കാരനാണ്. വന്നു, നമ്മളിവിടുത്തെ ചെറിയൊരു സ്വീകരണം. അപ്പോൾ ഈ പ്രദേശത്ത്, ചെറുകോൽ പ്രദേശത്തുള്ള ആളുകളെല്ലാം അറിയിച്ചു. അപ്പോൾ ശാസ്താംകോട്ട വാർഷികം നടക്കുന്ന ദിവസമായിരുന്നു. അവിടെ വെച്ച് ആരൊക്കെയോ അറിഞ്ഞു, ഗീതാനന്ദ സ്വാമി പറഞ്ഞു. അവിടെ നിന്നും കുറച്ച് പേര് ഇങ്ങനെ വന്നു. എല്ലാവരും കൂടെ കുറച്ച് പേര് സ്വീകരിച്ചു. വലിയ സ്വീകരണമൊന്നും പറയാനില്ല, അദ്ദേഹത്തിൻ്റെ പദവി അനുസരിച്ച് വലിയ സ്വീകരണമൊന്നുമല്ല. ഉള്ളവരെല്ലാം കൂടെ ചേർന്ന് പെട്ടെന്നൊരു ചെറിയ സ്വീകരണം കൊടുത്തു. നമ്മുടെ ഓഫീസിൽ ആദ്യം ആശ്രമത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഓഫീസിൽ വന്ന് കുറച്ച് പേര് സംസാരിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം രാത്രി നമ്മുടെ ആരാധനയിൽ പങ്കെടുത്തു. 10 മിനിറ്റ് നേരം സംസാരിച്ചതിൽ പ്രധാന വിഷയം ഗുരുശിഷ്യ ബന്ധമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ശിഷ്യൻ ഒരു ഭടനെ പോലെ ആയിരിക്കണം. കാരണം ഒരു രാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു രാജഭടൻ എപ്രകാരമാണോ രാജാവിനെയും തൻ്റെ പരമ്പരകളെയും സൂക്ഷിക്കുന്നത് ശ്രദ്ധയോടുകൂടി നിന്ന്, അതേപോലെ ഗുരുവിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത വിധം എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി ഗുരുവിനെ സംരക്ഷിക്കുന്നതാണ് ഒരു ശിഷ്യൻ്റെ പ്രധാന കടമ എന്നാണ് അദ്ദേഹം അന്ന് വൈകുന്നേരം ഇവിടെ സംസാരിച്ചത്. അധികം സമയം എടുത്തില്ല, കുറച്ച് സമയം. എങ്കിലും ആ പ്രധാന പോയിന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഗുരുശിഷ്യ ബന്ധത്തിൽ ജീവിച്ചു വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് ഓർമ്മയുള്ളത്. അതാണ് സത്യവും എന്ന് പറഞ്ഞാൽ വാൾപ്പയറ്റ് നടത്താനല്ല, ശ്രദ്ധയുണ്ടാവണം. വളരെ ശ്രദ്ധയുള്ളവർക്ക് മാത്രമേ ഗുരുവിനെ ശുശ്രൂഷിക്കാൻ പറ്റുള്ളൂ. അലസന്മാരായിരുന്നാൽ, പണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരുത്തൻ ഗുരുവിൻ്റെ തലയിൽ ഈച്ച ഇരിക്കുന്നുണ്ട്, ഒലക്കെ എടുത്തടിച്ച കഥ. അങ്ങനെ ആയിപ്പോവും. ഈച്ചയെ കൊന്നതാ, പക്ഷെ കിട്ടിയത് എവിടാ? ഗുരുവിൻ്റെ ശിരസിലാണ്. അതുപോലെയുള്ള ശിഷ്യന്മാരായാൽ ഗുരുവിൻ്റെ കഥ എന്തായിരിക്കും? അതല്ല, വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ചിന്തയോടുകൂടി, വളരെ ഓർമ്മയോടുകൂടി, അർപ്പണ മനോഭാവത്തോടുകൂടി സർവ്വതും സമർപ്പിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ഗുരു ശുശ്രൂഷകൾ ചെയ്യാൻ കഴിയൂ. അങ്ങനെ അദ്ദേഹം ആരാധന കഴിഞ്ഞ് നമ്മുടെ ഇവിടുന്ന് കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ച് സ്വല്പനേരം വിശ്രമിച്ച് രാവിലെ വീണ്ടും വന്നു. അപ്പോൾ കാർത്തിക പക്കനാളായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഇതിനകത്തിരിക്കുമ്പോൾ ഇതിനകത്ത് വന്നു. അപ്പോൾ വീണ്ടും നമ്മളൊരു ഹാരമൊക്കെ ഇട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ പദവി അനുസരിച്ച് കൊടുക്കേണ്ട മാനബഹുമാനങ്ങളൊന്നും ഇതിനുള്ളിൽ നമുക്ക് കൊടുക്കാൻ നിർവാഹമില്ല എന്ന് ഞാൻ അദ്ദേഹത്തെ കൂടി ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു. അങ്ങനെ ചില വാക്കുകളൊക്കെ കൊണ്ട് നമുക്ക് നൽകാവുന്നതൊക്കെ നൽകി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര ചോദിച്ച് വലിയൊരു പരിപാടിക്കാണ് പോയത്. ഉമ്പർനാട് സിദ്ധാശ്രമത്തിലെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് പോയത്. അവിടെ ചെന്നിട്ട് വൈകുന്നേരം വീണ്ടും വിളിച്ചു. അപ്പോൾ ഞാൻ പൂരത്തിൻ്റെ കാര്യവും ഗോപുരത്തിൻ്റെ കാര്യമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂരം മഹോത്സവത്തിന് എന്തായാലും ഞാൻ വരും. അപ്പോൾ അദ്ദേഹം ഡൽഹിക്കാണ് ആ സമയത്തുനിന്ന് കൂടെ ഉള്ളവർ അന്നേരം പറഞ്ഞിരുന്നു നേരത്തെ. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധമായിട്ട് വിളിക്കാതിരുന്നത്. ഡൽഹിയിൽ എന്തോ പ്രോഗ്രാമാണ്, ഒഴിവാവാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. മെയ് 7-ാം തീയതി. അപ്പം ഞാനതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, മെയ് 7-ാം തീയതിയാണ് ശുഭാനന്ദ ഗുരുദേവൻ്റെ ജന്മദിനം. അതിലേക്ക് വരണമെന്ന് ഞാൻ നിർബന്ധമായിട്ട് പറയുന്നില്ല. പക്ഷേ അങ്ങയുടെ ഓർമ്മയിലിരിക്കട്ടെ, ഗോപുര ഉദ്ഘാടനത്തിന് എന്തായാലും വിളിക്കും, അന്നേരം വരണമെന്ന് പറഞ്ഞു. ശരി, വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത് നിന്ന് ഒരാളിന് ഫോൺ നമ്പർ കൊടുത്തിട്ടാണ് പോയത് സ്വാമി. നമ്മൾ ചോദിച്ചിട്ടല്ല, കൊടുത്തിട്ടാണ് പോയത്. എൻ്റെ നമ്പർ കൊടുക്കണം, സ്വാമിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടാണ്. അന്ന് വൈകുന്നേരം വീണ്ടും വിളിച്ചു. 7-ാം തീയതി ഞാൻ കൃത്യമായിട്ടും ആശ്രമത്തിലുണ്ടാവും, ജന്മനക്ഷത്രത്തിന് ഞാനും ഉണ്ടാവും എന്ന് ഇങ്ങോട്ട് അറിയിക്കുകയാണ്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, സന്തോഷമായി. അപ്പോൾ നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കൂടെ വീണ്ടും ഒരു വിശിഷ്ടാതിഥി കൂടി ഈ പ്രാവശ്യത്തെ പൂരം ജന്മനക്ഷത്രത്തിന് സർവശക്തി ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് പറയുന്നത്, അത്ഭുത പുരുഷൻ്റെ അത്ഭുത കർമ്മങ്ങൾ പ്രകൃതിയിൽ കൂടി നടക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റും? നമ്മൾ ഉദ്ദേശിച്ചതാണോ ഇങ്ങനെ ഒരു മഹാമണ്ഡലേശ്വരർ ഇറങ്ങി ഇങ്ങനെ കേരളത്തിലോട്ട് വരുമെന്നോ, ഇങ്ങനെ അവിചാരിതമായിട്ട് കാണാൻ കഴിയുമെന്നോ, ഈ ഉദ്ഘാടനത്തിന് നമ്മുടെ പൂരം ജന്മനക്ഷത്രത്തിന് എത്തുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചതല്ല. പ്രകൃതിയിൽ കൂടി ഒരുങ്ങിയതാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പലപ്പോഴും ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മഹാഗോപുര നിർമ്മാണം നടക്കുന്ന സമയങ്ങളിൽ
ദേവീദേവന്മാർക്കും മഹർഷീശ്വരന്മാർക്കും ദൂതപരമ്പരകൾക്കും അതുപോലെ നമ്മുടെ ആചാര്യന്മാർക്കും ഒക്കെ സ്ഥാനങ്ങളുണ്ട് നമ്മുടെ ഗോപുരത്തിൽ. അങ്ങനെ ദേവീദേവന്മാരെ അപ്പുറത്ത് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ വാഹനങ്ങൾ, നമ്മുടെ പ്രകൃതിയിലുള്ള വസ്തുക്കൾ, മയില്, കൂർമ്മം, വരാഹം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവിചാരിതമായി നമ്മുടെ സമീപത്തൊക്കെ വരിക, സന്നിധാനത്തിൽ വരിക, അല്ലെങ്കിൽ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഗോപുര നിർമ്മാണം നടക്കുന്നിടത്ത് വരിക. അങ്ങനെയൊക്കെ സംഭവിച്ച പല സന്ദർഭങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനെ വിമർശിച്ച് പല ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അതൊക്കെ അല്പബുദ്ധികൾ അങ്ങനെയാണല്ലോ, എന്തിനെ വിമർശിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെയാണെന്നറിയുമോ? ആചാര്യന്മാരെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ പപ്പേട്ടൻ പ്രധാനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആചാര്യന്മാരെയാണ്. ഇന്ന് ഭാരതത്തിൽ ഏറ്റവും അംഗീകൃതമായിരിക്കുന്ന ജുനാ അഖാഡയുടെ പ്രധാന ആചാര്യനാണ് ഇപ്പോൾ നമ്മുടെ ആശ്രമത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ വിളിച്ചതല്ല, നമ്മൾ ചിന്തിച്ചതല്ല, ആ വിധത്തിൽ അന്വേഷണം നടത്തിയതല്ല, ഇങ്ങോട്ട് ചോദിച്ചു വന്നതാണ്. എന്തതിശയമേ ദൈവത്തിൻ വാഴ്ച ചിന്തിച്ചാലന്തമില്ല. എന്തതിശയമേ ദൈവത്തിൻ വാഴ്ച ചിന്തിച്ചാലന്തമില്ല. ശുഭാനന്ദ തപോശതാബ്ദി സ്മാരകമായി നിർമ്മിക്കുന്ന ഈ മഹാഗോപുരം താപസനായ ദൈവം തീരുമാനിച്ചതാണ്. അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആർക്കെല്ലാം ഹൃദയാർപ്പണം ചെയ്തുകൊണ്ട് ആത്മാർപ്പണം ചെയ്തുകൊണ്ട് അതിലേക്ക് ഒത്തു നിൽക്കുവാൻ കഴിയുന്നു, അവരെല്ലാം ഭാഗ്യവാന്മാരായിത്തീരും. യാതൊരു സംശയമില്ല. അങ്ങനെ ഒത്തുനിന്ന് ജീവിക്കുവാൻ സർവശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ അത്ഭുത കർമ്മങ്ങൾ നടത്തിക്കൊണ്ട് അത്ഭുത പുരുഷൻ ലോകത്തിൽ നിങ്ങൾക്കായി വാഴുമാറാകട്ടെ. ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ, ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ, ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ, ജന്മാന്തര ജന്മദോഷം തീർത്തു രക്ഷിക്കാൻ, ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ, ജന്മദോഷം തീർത്തു രക്ഷിക്കാൻ, ജീവനാഥനെ എൻ്റെ ആത്മജീവനെ, ജീവനാഥനെ എൻ്റെ ആത്മജീവനെ, ജീവനാശം തീർത്തു എന്നെ വീണ്ടെടുത്തോനെ, ജീവനാഥനെ എൻ്റെ ആത്മജീവനെ, ജീവനാശം തീർത്തു എന്നെ വീണ്ടെടുത്തോനെ, ജ്ഞാപമറ്റവനെ എൻ്റെ ആത്മനാഥനെ, അങ്ങേ ആരാധിച്ചിടുന്നതെനിക്കാനന്ദം തന്നെ, പരിശുദ്ധ ജ്ഞാനത്താൽ പാപരാത്രി മാറ്റി പരിപൂർണ മോക്ഷത്തെ പ്രദാനം ചെയ്യുവാൻ അവതാരമായി വന്ന പരമഗുരുവാണ് ശുഭാനന്ദ ഗുരുദേവൻ. പരിപൂർണ മോക്ഷം പരമാത്മാവിലേക്ക് ജീവാത്മാവിന്റെ ലയനമാണ്. അതിനുള്ള ഏക വഴി പരമാർത്ഥമാണ്. ആ പരമാർത്ഥം പറയുവാനായി വന്നതുകൊണ്ടാണ് പറയൻ എന്നുള്ള നാമം സ്വീകരിച്ചത്. പറയാനായി പറയൻ വന്നു, പരമാർത്ഥങ്ങൾ പറയുന്നു. പറയാനായി പറയൻ വന്നു,
പരമാർത്ഥങ്ങൾ പറയുന്നു. പരമാർത്ഥം എന്ന് പറഞ്ഞാൽ പരമാത്മാവിൽ നിന്നുള്ള ജ്ഞാനമെന്നാണ്. അവനവന്റെ വീട്ടിലെ കാര്യം പറയുവാൻ അവനവനെ കഴിയുള്ളൂ എന്ന് പറയുന്നത് പോലെ പരലോകത്തിലെ പരമാർത്ഥം പറയുവാൻ പരമാത്മാവിനെ കൊണ്ടേ കഴിയുള്ളൂ. അപ്പോൾ അന്ത്യയുഗത്തിൽ ഈ ഖഡ്ഗിയായി വന്നത് പരമാത്മാവാണെന്ന് അറിഞ്ഞുകൊള്ളുക. അന്ത്യയുഗത്തിൽ ഈ ഖഡ്ഗിയായി വന്നത് പരമാത്മാവാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഒന്നായ തന്നിൽ നിന്നുണ്ടായി വന്നതു രണ്ടും പറയുവാൻ വന്നതാണ്. ഒന്നായ തന്നിൽ നിന്നുണ്ടായി വന്നതു രണ്ടും പറയുവാൻ വന്നതാണ്. ഒന്നായ തന്നിൽ നിന്നുണ്ടായി വന്നതു രണ്ടും പറയുവാൻ വന്നതാണ്. അകമായി കാണുന്ന ആത്മാവിനെ പുറമായി കാണുന്ന ദേഹത്തിനെ അകമായി കാണുന്ന ആത്മാവിനെ പുറമായി കാണുന്ന ദേഹത്തിനെ വേണ്ട പോലെ ഓതി ഗ്രഹിപ്പിച്ചു ആത്മാവിൽ പൂർണ്ണത നൽകുവാൻ വന്നതാണ്. വേണ്ട പോലെ ഓതി ഭവിപ്പിച്ചു ആത്മാവിൽ പൂർണ്ണത നൽകുവാൻ വന്നതാണ്. പൂർണ്ണത നൽകുവാനുള്ള ജ്ഞാനം പൂർണ്ണമായുള്ളൊരു ദിവ്യജ്ഞാനവും പൂർണ്ണത നൽകുവാനുള്ള ജ്ഞാനം പൂർണ്ണമായുള്ള ഒരു ബ്രഹ്മജ്ഞാനവും പൂർണ്ണത നൽകുവാനുള്ള ജ്ഞാനം പൂർണ്ണമായുള്ള ഒരു ബ്രഹ്മജ്ഞാനവും പൂർണ്ണമായി ഓതി ഭവിപ്പിച്ചിടാൻ ബ്രഹ്മാവതാരമായി വന്നു. പൂർണ്ണമായി ഓതി ഭവിപ്പിച്ചിടാൻ ബ്രഹ്മാവതാരമായി വന്നു. പൂർണ്ണമായുള്ളൊരു പൂർണ്ണത നൽകുവാനുള്ള ജ്ഞാനം പൂർണ്ണമായുള്ള ഒരു ബ്രഹ്മജ്ഞാനം പൂർണ്ണമായോതി ഭവിപ്പിക്കുവാൻ ബ്രഹ്മാവതാരമായി വന്നു. ബ്രഹ്മജ്ഞാനങ്ങൾ ഗ്രഹിച്ചു നിങ്ങൾ ഉത്തമരായി വളർന്നുകൊള്ളുക. ബ്രഹ്മജ്ഞാനങ്ങൾ ഗ്രഹിച്ചു നിങ്ങൾ ബ്രഹ്മജ്ഞാനങ്ങൾ ഗ്രഹിച്ചു നിങ്ങൾ ഉത്തമരായി വളർന്നുകൊള്ളുക. ബ്രഹ്മരൂപമായി ബ്രഹ്മലോകെ ചേർന്നു നിനക്കങ്ങു ആനന്ദിക്കാം. ബ്രഹ്മരൂപമായി ബ്രഹ്മലോകെ ചേർന്നു നിനക്കങ്ങു ആനന്ദിക്കാം. സമ്പൂർണമായ ജ്ഞാനത്തെ സമ്പൂർണമായി അവതരിപ്പിക്കുവാൻ സമ്പൂർണ്ണ അവതാരം സംഭവിച്ചിരിക്കുന്നു. അതാണ് കലിയുഗത്തിലെ ഖഡ്ഗി. ഖഡ്ഗി കലിയോടുള്ള യുദ്ധമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതൊരു വ്യക്തിയോടല്ല, ഒരു സമൂഹത്തോടല്ല, ഈ ലോകത്തോടല്ല, ഈ ലോകത്തിൽ അടങ്ങി മറഞ്ഞിരിക്കുന്ന അജ്ഞാനത്തോടാണ്. അജ്ഞാനത്തെ വധം ചെയ്ത് വിജ്ഞാനമാക്കുവാൻ ആത്മബോധ സൂര്യനാണ് ഉദയമായി വന്ന് ശുഭാനന്ദ നാമത്തിൽ വാഴുന്നത്. ഉദിച്ചു ശുഭാനന്ദം അജ്ഞാനത്തോടെ എതിർപ്പാൻ. ഉദിച്ചു ഉദിച്ചു ശുഭാനന്ദം അജ്ഞാനത്തോടെ എതിർപ്പാൻ.
ഉദിച്ചു ശുഭാനന്ദം അജ്ഞാനത്തോട് നിർപ്പാൻ അനഷ്ടാഹങ്കാരമെല്ലാം ആകവെ തകർപ്പാൻ അനഷ്ടാഹങ്കാരമെല്ലാം ആകവെ തകർപ്പാൻ ഉദിച്ചു ശുഭാനന്ദം അജ്ഞാനത്തെ അനഷ്ടാഹങ്കാരമെല്ലാം ആകവെ തകർപ്പാൻ അനാത്മലോകം സ്വന്തമാക്കി ഉയർത്താൻ അനാത്മലോകം സ്വന്തമാക്കി ഉയർത്താൻ താനാനന്ദമാടാൻ ശുഭാനന്ദമാടാൻ താനാനന്ദമാടാൻ ശുഭാനന്ദമാടാൻ അനാത്മലോകം സ്വന്തമാക്കി ഉയർത്താൻ താനാനന്ദമാടാൻ ശുഭാനന്ദമാടാൻ ഉദിച്ചു ശുഭാനന്ദം അജ്ഞാനത്തോടെ നിർപ്പാൻ അനഷ്ടാഹങ്കാരമെല്ലാം ആകവെ തകർപ്പാൻ അഷ്ടാഹങ്കാരങ്ങളെ ആകവെ ഇല്ലാതെയാക്കി അജ്ഞാനം അധർമ്മം ഇല്ലാതെയാക്കി ഓ സത്യലോകത്തെ ഈ ലോകത്തിൽ ആത്മലോകത്തിൽ സ്ഥാപിച്ച് തന്റെ ഹൃദയത്തോട് ചേർത്തെടുത്ത് തനിക്ക് ആനന്ദിക്കാൻ ശുഭാനന്ദമാനന്ദമാടുവാൻ ഓ ഉന്നതനാകുന്ന ദൈവം അവതാരമായി വന്നിരിക്കുന്നു. ആ അതൊരു വ്യക്തിയോടോ വ്യക്തികളോടോ സമൂഹത്തോടോ ലോകത്തോടോ അല്ല, ആത്മലോകത്തിൽ അടങ്ങിയിരിക്കുന്ന സർവമാലിന്യങ്ങളെയും മാറ്റുവാനാണെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ ഓ ഇഹപരലോകത്തിന്റെ ഉടമസ്ഥനാകുന്ന ദൈവം പരലോകത്തിന്റെ നിഴലുപോലെ സ്ഥാപിച്ചിരിക്കുന്ന ഇഹലോകത്തിൽ മറയായി നിൽക്കുന്ന മായയെ മാറ്റുവാനായി ലോകത്തിൽ വന്ന് വാഴുമ്പോൾ തന്നോട് എതിർത്ത് ജയിക്കുവാൻ ആരും തീരുമാനിക്കല്ലേ, സാധിക്കുന്ന കാര്യമല്ല. തന്നോട് എതിർത്തു ജയിച്ചിടുവാൻ ഇന്നോളം ആർക്കും കഴിഞ്ഞിട്ടില്ല. തന്നോട് എതിർത്തു ജയിച്ചിടുവാൻ ഇന്നോളം ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ആയുധങ്ങൾ ലോകവശാലുള്ള ലോഹം കൊണ്ടുള്ള ആയുധങ്ങളൊന്നും തനിക്ക് വേണ്ട, ഒരായുധങ്ങളും വേണ്ട. ആദ്യ സമയത്ത് ശിലായുഗമായിരുന്നു, അത് കഴിഞ്ഞാണ് ലോഹങ്ങളെ കണ്ടുപിടിച്ചത്. ഇപ്പോൾ അതും കഴിഞ്ഞ് സൂക്ഷ്മാണുക്കളെ കൊണ്ടുള്ള യുദ്ധമാണ് നടക്കുന്നത്. ഇനി മുൻപോട്ട് വരുമ്പോ എന്തെല്ലാം കണ്ടുപിടിക്കും, എന്തെല്ലാം യുദ്ധ മുറകൾ ഉണ്ടാകും, അതൊക്കെ കാണാനിരിക്കുന്നേ ഉള്ളൂ. എന്നാൽ തനിക്ക് ഈ ആയുധങ്ങളൊന്നും വേണ്ട, ചുരികയും പരിചയം ഒന്നും വേണ്ട. തൃക്കൈയിലുണ്ടല്ലോ സുദർശനവോ, പലരുടെയും വിചാരം വിരലിൽ ചൂണ്ടിപ്പിടിച്ചുകൊണ്ട്
അതിന്റെ അറ്റത്ത് കറങ്ങുന്ന ഒരു ആയുധമാ സുദർശനം എന്നാ. വെറുതെ വിചാരം വെറുതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ അറ്റത്ത് കറങ്ങുന്ന ഒരു ആയുധമാണ് സുദർശനം എന്നാ. അത് ലോകവശാൽ കാണാൻ വേണ്ടി രൂപം വരച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ലോകവശാൽ കാണാൻ വേണ്ടി ഒരു രൂപം വരച്ചിരിക്കുന്നു അല്ല, സുദർശനം എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. സുദർശനം എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം തന്നെ, ആ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ആ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? നല്ല കാഴ്ച എന്നാണ്. നല്ല കാഴ്ച. നല്ല കാഴ്ച കൊടുക്കുവാൻ നല്ല പ്രകാശം വേണം. നല്ല കാഴ്ച കൊടുക്കുവാൻ നല്ല പ്രകാശം. ഒരു വസ്തുവിനെ നല്ലതുപോലെ കാണണമെങ്കിൽ, വസ്തുവിനെ നല്ലതുപോലെ കാണണമെങ്കിൽ കണ്ണിന് നല്ല കാഴ്ചയും വേണം, ആ വസ്തുവിൽ നിന്ന് സ്ഫുരിക്കുന്ന പ്രകാശവും വേണം. കണ്ണിന് നല്ല കാഴ്ചയും വേണം, ആ വസ്തുവിൽ നിന്ന് സ്ഫുരിക്കുന്ന പ്രകാശവും വേണം. എത്ര കാഴ്ച ഉണ്ടെങ്കിലും വസ്തു ഇരിക്കുന്നിടത്ത് ഇരുട്ടാണെങ്കിൽ വസ്തുവിനെ കാണാൻ പറ്റൂല. എത്ര കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞാൽ വസ്തു ഇരിക്കുന്നിടത്ത് ഇരുട്ടാണെങ്കിൽ വസ്തുവിനെ കാണാൻ കഴിയില്ല. അപ്പൊ ആ വസ്തുവിലേക്ക് വധിക്കുന്ന പ്രകാശം, ആ വസ്തുവിലേക്ക് വധിക്കുന്ന പ്രകാശം കാഴ്ചയുള്ളവന്റെ കണ്ണിലേക്ക് പ്രതിബിംബിക്കുമ്പോൾ, കാഴ്ചയുള്ളവന്റെ കണ്ണിലേക്ക് പ്രതിബിംബിക്കും. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് കാഴ്ച എന്ന് പറയുന്നത്. രണ്ടും കൂടെ ചേരുമ്പോഴാണ് കാഴ്ച. അപ്പൊ കണ്ണിന്റെ കാഴ്ചയും വേണം, കണ്ണിന്റെ കാഴ്ചയും ആ വസ്തുവിൽ നിന്ന് സ്ഫുരിക്കുന്ന പ്രകാശവും വേണം. ആ വസ്തുവിൽ നിന്ന് സ്ഫുരിക്കുന്ന ഇത് പ്രകാശം. രണ്ടും കൂടി ചേർന്ന് കയ്യിലുള്ളവനാണ് ഈ സുദർശനത്തിന്റെ അധികാരി. ഇത് രണ്ടും കൂടെ ചേർന്ന് ഇക്കരങ്ങളിൽ ഉള്ളവനാണ് സുദർശനത്തിന്റെ അധികാരി. കാരണം വസ്തുവിനെ നിർമ്മിച്ചതും, വസ്തുവിനെ നിർമ്മിച്ചു, അതിന് പ്രകാശം കൊടുക്കുന്നതും, കണ്ണിന് കാഴ്ച കൊടുക്കുന്നതും, ഇഹവര ലോകത്തെ ഉളവാക്കി അതിലെല്ലാം അധിവാസം ചെയ്യുന്നതും, ചുരികയും പരിചയം ഒന്നും വേണ്ട, തൃക്കൈയിൽ ഉണ്ടല്ലോ സുദർശനവും. ഒരിക്കൽ ഒരു കീർത്തനം പാടി, അഖിലാണ്ട തേജസായി അങ്ങയെ കാണുവാൻ, അനുവാദം നൽകണേ സർവേശ്വര. അതിന്റെ അർത്ഥം എന്താണ്? അഖിലാണ്ടം നിറഞ്ഞു വാഴുന്ന ആ മഹാചൈതന്യത്തെ, ഒരു മറയുമില്ലാതെ കാണുവാനുള്ള അനുവാദം, ആ അനുഗ്രഹം അത് ലഭിക്കണമേ എന്നാണ് ആ പ്രാർത്ഥന. അത് ലഭിച്ചവർക്കാണ് ഈ സുദർശനമുള്ളത്. അത് ആർക്കും നൽകുവാൻ കഴിവുള്ളവനാണ് ഭഗവാൻ. അതുകൊണ്ട് തന്റെ ആയുധം എന്താണ്? ചുരികയും പരിചയം ഒന്നും വേണ്ട, തൃക്കൈയിൽ ഉണ്ടല്ലോ സുദർശനവും. അതുകൊണ്ട് ജയം പരാജയം അങ്ങനെയൊന്നും ആരും കരുതണ്ട. സർവത്ര വിജയിയായ, സർവത്ര അജയ്യനായ, സർവാന്തര്യാമിയായ, സർവചരാചരങ്ങളുടെ ഉടമസ്ഥനായ, ജയപരാജയങ്ങൾ ഒന്നും ബാധിക്കാത്ത, സ്ഥൂല സൂക്ഷ്മ വ്യത്യാസമില്ലാത്ത, ഇരവ് പകലുകൾ വ്യത്യാസമില്ലാത്ത സർവശക്തിയാണ് ശുഭാനന്ദ നാമത്തിൽ വാഴുന്നതെന്ന് അറിഞ്ഞാൽ, ആ ശുഭാനന്ദ ഗുരുവിനെയാണ് നിങ്ങൾക്ക് ജന്മിയായി ലഭിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ, ഗുരുവായി ലഭിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ, ആ ജന്മിയാകും ഗുരുവിന്റെ ജന്മദിനം ആഘോഷിപ്പാൻ, ജന്മിയാകും ഗുരുവിന്റെ ജന്മിയാണ് ഗുരുവെന്ന് ബോധ്യമാകുന്ന, ഒരു മുട്ടുവേദന മാറിയതുകൊണ്ടോ, തലവേദന മാറിയതുകൊണ്ടോ, അല്ലെങ്കിൽ അതുപോലുള്ള ലോകകാര്യങ്ങൾ നടന്നതുകൊണ്ട് മാത്രമാവുകയില്ല. അതുകൊണ്ടൊരു പരിപൂർണ വിശ്വാസം ഉറയ്ക്കുകയില്ല. ജന്മപാപം കർമ്മദോഷം ജീവനാശം തീർത്തു തന്നാൽ ഉടമസ്ഥനാകുമെന്റെ ശുഭാനന്ദമേ.
സൽക്കർമ്മം ചെയ്ത് ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് സൽക്കർമ്മം ചെയ്ത് കർമ്മദോഷം മാറ്റി കർമ്മദോഷങ്ങൾ ഒഴിവായി സൽക്കർമ്മിയായി നീ നിന്നുകൊണ്ട് കർമ്മദോഷം ഒഴിവായി സൽക്കർമ്മിയായി നിന്നുകൊണ്ട് നീ ചെയ്ത കർമ്മത്തിന്റെ ഫലം നിന്നിലേക്ക് സ്വീകരിച്ച് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമ്മളിലേക്ക് സ്വീകരിച്ച് ജീവനാശവും തീർന്ന് ജീവനാശവും തീർന്ന് ഓ ജീവന്റെ ജീവൻ സ്വരൂപനാകുന്ന ഗുരുവിനെ അകതാരിൽ കാണുവാൻ അവസരമുണ്ടാകുമ്പോൾ എന്റെ ജീവസ്വരൂപനാകുന്ന പരമഗുരുവിനെ അകതാരിൽ കാണുവാൻ അവരാണ് അംഗീകരിക്കുന്നത്, ആ ഹൃദയമാണ് അംഗീകരിക്കുന്നത്, ആ ഹൃദയമാണ് ആശ്രയിക്കുന്നത്. ജന്മേയാകും ഗുരുവിന്റെ ജന്മദിനമാഘോഷിപ്പാൻ ജന്മമെടുത്ത ആത്മലോകം ഒരുങ്ങിക്കൊള്ളുക. അതുകൊണ്ട് ഓരോ ഹൃദയങ്ങളും ചിന്തിച്ചറിയണം. അതുകൊണ്ട് ഓരോ ഹൃദയങ്ങളും ചിന്തിച്ച് ജന്മാന്തരജ്ഞാനമെന്ന ഈ ദിവ്യോപദേശത്തെ ജന്മാന്തര ജ്ഞാനമെന്ന ഈ ദിവ്യോപദേശം നിങ്ങളിലേക്ക് ഭവിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജന്മപാപം മാറ്റുവാനാണ്. നമ്മളിലേക്ക് ഭവിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ജന്മപാപം മാറ്റുവാനാണ്. അതിനെ ഗ്രഹിച്ച് ജീവിക്കുന്നവർ ഒരിക്കലും ദുഷ്കർമ്മം ചെയ്യുകയില്ല. അതിനെ ഗ്രഹിച്ച് ജീവിക്കുന്നവർ ഒരിക്കലും ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയില്ല. ദുഷ്കർമ്മത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. ദുഷ്കർമ്മത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെയാകുമ്പോൾ പിന്നെ സർവദാ സൽക്കർമ്മമായിരിക്കും നടക്കുന്നത്. അങ്ങനെയാകുമ്പോൾ പിന്നെ സർവ്വദാ സൽക്കർമ്മമായിരിക്കും. അങ്ങനെ ചിന്തയും വാക്കും കർമ്മവും ഗുരുഹിതമായി തീരുമ്പോൾ അങ്ങനെ ചിന്തയും വാക്കും കർമ്മവും ഗുരുഹിതമായി തീരുമ്പോൾ അകതാരിൽ അറിയുന്നത് എപ്പോഴും ഗുരുവിനെയാണ്, അകതാരിൽ അറിയുന്നത് എപ്പോഴും ഗുരുവിനെയാണ്. ചിന്തിക്കുന്നത് ഗുരുവിനെയാണ്, ചിന്തിക്കുന്നത് ഗുരുവിനെയാണ്. ഓ പറയുന്നത് ഗുരുവിനെ പറ്റിയാണ്, പറയുന്നത് ഗുരുവിനെ പറ്റി. പ്രവർത്തിക്കുന്നത് ഗുരുകർമ്മമാണ്. പ്രവർത്തിക്കുന്നത് ഗുരുകർമ്മമാണ്. ആ അത് എങ്ങനെയാണ് അതെല്ലാം ആയിത്തീരേണ്ടത്? അങ്ങനെയാണ് ഇതെല്ലാം ആയിത്തീരേണ്ടത്. നിഷ്കളങ്ക ഭക്തിയോടുകൂടി ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടാണ് ഇതെല്ലാം ആയിത്തീരേണ്ടത്. നിഷ്കളങ്ക ഭക്തിയോടുകൂടി ആശ്രയിച്ച് ജീവിച്ചാണ് ഇതെല്ലാം ആയിത്തീരേണ്ടത്. ആ ഒരിക്കലും ഒരു സന്യാസി ഒരിക്കലും ഒരു സന്യാസി ഒരു വനമധ്യത്തിൽ ഇരിക്കുമ്പോ ഒരു വനമധ്യത്തിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വൃക്ഷത്തിന്റെ മുകളിലിരുന്ന ഒരു പക്ഷി അദ്ദേഹത്തിന്റെ ശിരസിൽ കാഷ്ടിച്ചു. ആ വൃക്ഷത്തിന്റെ മുകളിൽ നിന്ന് ഒരു പക്ഷി അദ്ദേഹത്തിന്റെ ശിരസിൽ കാഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ ആ തപോശക്തിയിൽ കൂടി ഒന്ന് നോക്കി ആ പക്ഷിയെ കരിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ തപോശക്തിയിൽ കൂടി ഒന്ന് നോക്കി ആ പക്ഷിയെ കരിച്ചു കളഞ്ഞു. ആ അത് കഴിഞ്ഞ് ഭിക്ഷാന്തേഹിയായി നടക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് ഭിക്ഷാന്തേഹിയായി നടക്കുന്ന സമയം നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിലേക്ക് ഇറങ്ങി ഒരു ഭവനത്തിൽ വന്നു. ഒരു ഭവനത്തിൽ വന്നു. ഓ ധർമ്മം ധർമ്മം എന്ന് വിളിച്ചു പറഞ്ഞു. ധർമ്മം ധർമ്മം എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ അകത്ത് ഒരു സ്ത്രീ ശബ്ദം കേട്ടു. അപ്പോൾ അകത്തൊരു സ്ത്രീ ശബ്ദം കേട്ടു. ഞാനൊരു അത്യാവശ്യ ജോലിയിലാണ്, എനിക്കിപ്പോൾ ഉടനെ വരാൻ പറ്റുകയില്ല. ഞാനൊരു അത്യാവശ്യ ജോലിയാണ്, എനിക്കിപ്പോൾ ഉടനെ വരാൻ പറ്റുകയില്ല ആ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും അദ്ദേഹം അവിടെ കാത്തു നിന്നു. വീണ്ടും അദ്ദേഹം അവിടെ കാത്തു നിന്നു. ആ സ്ത്രീ ആ ജോലി കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നപ്പോ സ്ത്രീ ആ ജോലി കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നപ്പോൾ കുറച്ചധികം സമയമായി പോയി. കുറച്ചധികം സമയം വളരെ ക്രുദ്ധനായി സ്വാമി ആ സ്ത്രീയെ നോക്കി. വളരെ ക്രുദ്ധനായി സ്വാമി ആ സ്ത്രീയെ നോക്കി. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അപ്പോൾ ആ സ്ത്രീ ആ പറഞ്ഞു, വൃക്ഷത്തിലിരുന്ന പക്ഷിയെ കരിച്ചു കളഞ്ഞതുപോലെ എന്നെ കരിച്ചു കളയാൻ പറ്റുകയില്ല. വൃക്ഷത്തിൽ നിന്ന് പക്ഷിയെ കരിച്ചു കളഞ്ഞതുപോലെ എന്നെ കരിച്ചു കളയാൻ അപ്പൊ പറ്റുകയില്ല. ഈ സന്യാസി അങ്ങ് അന്തപ്പെട്ടു. ഇടാ ഇത്രയും ദൂരം നടന്ന കാര്യം ഈ സ്ത്രീ എങ്ങനെയാണ് അറിഞ്ഞത്? സന്യാസി അന്തം വിട്ടു. ഇത്രയും ദൂരം നടന്ന കാര്യം ഈ സ്ത്രീ എങ്ങനെയാണ് ഈ ചെറിയ കുടിലിൽ ഈ ചെറിയ കുടിയിൽ അവരുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഈ സ്ത്രീ അവരുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഈ സ്ത്രീ എങ്ങനെയാണ് എന്റെ ഈ കാര്യം അറിഞ്ഞത്? എങ്ങനെയാണ് എന്റെ ഈ കാര്യം? അപ്പൊ അദ്ദേഹത്തിന് ആകെ സംശയമായി. അദ്ദേഹത്തിനാകെ അപ്പൊ സംശയം. നിങ്ങൾ എങ്ങനെയാണ് ഇത് അറിഞ്ഞത്? നിങ്ങൾ എങ്ങനെയാണ് ഇത് അറിഞ്ഞത്? അത് നിങ്ങൾ ഇവിടെ വന്നു നിന്നപ്പോ എനിക്കത് അറിയാനുള്ള കാഴ്ചയുണ്ടായി. നിങ്ങളിവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് അറിയാൻ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉണ്ടാകാൻ കാരണം എന്താണ്? നിങ്ങൾക്ക് ഇതുണ്ടാകാൻ അപ്പൊ എനിക്കൊരു ഗുരുവുണ്ട്. എനിക്കൊരു ഗുരുവുണ്ട്. അതാരാണ്? അതാരാണ്? അല്ല ആദ്യം പറഞ്ഞു എനിക്ക് എന്നെ ഇതൊന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നെ ഇതൊന്ന് പഠിപ്പിക്കണോ? അപ്പൊ പറഞ്ഞു എനിക്ക് അതിനുള്ള കഴിവില്ല, എനിക്കതിനുള്ള കഴിവില്ല. എന്റെ ഗുരുവുണ്ട്, അവിടെ പോയി അന്വേഷിച്ച് അദ്ദേഹം പഠിപ്പിക്കുമെന്ന് എന്റെ പറഞ്ഞു. ഗുരുവുണ്ട്, അവിടെ ചെന്ന് അന്വേഷിച്ചാൽ അദ്ദേഹം പഠിപ്പിക്കുന്നു. അതെവിടെയാണ് ചോദിച്ചു. അതെവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ ആ വഴി പറഞ്ഞു കൊടുത്തു. ആ വഴി പറഞ്ഞു. അപ്പൊ അങ്ങനെ വഴി അന്വേഷിച്ച് അദ്ദേഹം അങ്ങനെ പോയി. അങ്ങനെ വഴി അന്വേഷിച്ച അപ്പൊ വലിയൊരു ചന്തയുടെ നടുവിലൂടെയാണ് ഈ വഴി. ആ വലിയൊരു ചന്തയുടെ നടുവിലൂടെ അപ്പൊ ആ നടുവിലൂടെ ഇങ്ങനെ ചോദിച്ചു എന്നപ്പോ അതിലൂടെ ഇങ്ങനെ ചോദിച്ചു ഒരു ഇറച്ചി വെട്ടി വിൽക്കുന്ന കടയുടെ മുമ്പിലാണ് എത്തിയത്. ഇറച്ചി വെട്ടി വെക്കുന്ന കടയുടെ മുമ്പിലാണ് അപ്പൊ അവിടെ ചെന്ന് ഇറച്ചി വെട്ടിക്കൊണ്ട് നിൽക്കുന്ന ആളിനോട് ചോദിച്ചു, ഇന്ന ആരെ കണ്ടിട്ടുണ്ടോ, ആ ആളിനെ അറിയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇറച്ചി വെട്ടി വെക്കുന്ന ആളിനോട് ചോദിച്ചു, ഇന്നാരെ കണ്ടിട്ടുണ്ടോ അറിയാമോ എന്ന് ചോദിച്ചു. എന്ത് കാര്യമായാലും ഇച്ചിരി കൊണ്ട് മാറിയില്ല, ഞാനിവിടെ അത്യാവശ്യ ജോലിയിലാണ്. എന്ത് കാര്യമായാലും ഇച്ചിരി കൊണ്ട് മാറി. അപ്പൊ ഇറച്ചി വെട്ടുന്ന ആള് കൈ കത്തിയും കൊണ്ട് ഇത് പറയുമ്പോ വല്ല രക്ഷയുണ്ടോ? അപ്പൊ ദൂരെ മാറി നിന്നു, ക്ഷമയോടെ കാത്തു നിന്നു. ഇങ്ങനെ ക്ഷമയോടെ ദൂരെ മാറി കാത്തു നിന്നു. കുറെ നേരം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ കഴിഞ്ഞു. ദേഹമൊക്കെ വൃത്തിയാക്കി ആയുധമൊക്കെ വൃത്തിയാക്കി സൂക്ഷിച്ചെല്ലാം വെച്ചിട്ട് ഇറങ്ങി. ദേഹമൊക്കെ വൃത്തിയാക്കി ആയുധമെല്ലാം അല്ല സ്വാമി എന്തിനായിപ്പോ ഈ ആളിനെ അന്വേഷിക്കുന്നത്?
അന്വേഷിക്കുന്നത്? സ്വാമി എന്തിനാണ് ഇപ്പോൾ ഈ ആളിനെ അന്വേഷിക്കുന്നത്? അദ്ദേഹത്തിനും ചില കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ചില കാര്യങ്ങൾ എന്നാ എന്റെ കൂടെ വരിക എന്ന് പറഞ്ഞു. എന്റെ കൂടെ വരിക എന്ന് പറഞ്ഞു. ചെന്നൊരു ഭവനത്തിന്റെ മുന്നിൽ ചെന്നു. ആ വരാന്തയിൽ അവിടെ ഇരുത്തി. അവിടെ ഇരിക്കുക, എനിക്കൊരു അത്യാവശ്യ ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അല്ല, ആ ആളിനെ ഒന്ന് കാണിച്ചു തന്നെ ഞാനങ്ങ് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ആ ആള് ഞാൻ തന്നെയാണ്. അപ്പൊ വീണ്ടും അന്തം വിട്ടു. അയ്യോ, ഇറച്ചി വെട്ടുകാരനാണോ ഈ സ്ത്രീയുടെ ഗുരു? എന്നാലും ആ ആകാംക്ഷ കൊണ്ട് അവിടെ കാത്തിരുന്നു. അപ്പൊ അങ്ങനെ കാത്തിരിക്കുമ്പോ അകത്ത് ഒരു വൃദ്ധൻ കിടപ്പുണ്ട്, ഇദ്ദേഹത്തിന്റെ പിതാവാണ്. ആ ആളിനെ ശുശ്രൂഷിക്കുകയാണ് ഈ ചെന്ന ആള്. ഇവർക്ക് രണ്ടുപേർക്കുള്ള അന്നത്തിന് വേണ്ടിയാണ് ഇദ്ദേഹം ഇറച്ചി വെട്ടുന്നത്. അപ്പൊ ഇദ്ദേഹം വേണ്ടുന്ന ആഹാരങ്ങളെല്ലാം പാചകം ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് തിരിച്ച് ഈ സ്വാമിയെ എടുത്തു വന്നു. അപ്പൊ വിവരങ്ങളൊക്കെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വന്നപ്പോ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടി ഈശ്വരൻ ഇവരിൽ ദർശിച്ചത് മാത്രമാണ് ഇവർക്കുള്ള ഗുരുപദേശം. ഈ ഇറച്ചി വെട്ടുകാരന് ഈ സൂക്ഷ്മാവസ്ഥകളെ അറിയുവാൻ കഴിഞ്ഞത് ശയ്യാവലംബിയായിരിക്കുന്ന ആ വൃദ്ധനെ ശുശ്രൂഷിച്ചതും ആദ്യം കണ്ട സ്ത്രീക്ക് ആ സിദ്ധി ഉണ്ടായത് അത് ആ സ്ത്രീയുടെ ഭർത്താവിനെ ശുശ്രൂഷിച്ചതും ലോക കാര്യങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർക്ക് ഈ ആത്മദർശനം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ ലോകകാര്യങ്ങളിൽ കൂടി ആത്മദർശനം ഉണ്ടാകാൻ സാധിക്കുമെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തെളിയിക്കപ്പെട്ട കാര്യമാണ്. ശുഭാനന്ദാവതാരം ലോകത്തിൽ വന്ന് വാസാക്കിയതും ഗൃഹസ്ഥാശ്രമ നിയമമാണ്. ആ 4 നാൾ ആചാരം 3 നാൾ വിശുദ്ധവ്രതം എന്ന നിയമത്തിൽ കൂടി ധർമ്മബോധത്തോടുകൂടി ആര് ഈ ലോകത്തിൽ ജീവിതം ചെയ്യുന്നുവോ അവരിലെല്ലാം തെളിഞ്ഞു വരുന്നു ബോധസ്വരൂപൻ. തെളിഞ്ഞു വരുന്നു ബോധസ്വരൂപൻ. ആത്മാവിൽ ആനന്ദമാടുവാനായി തെളിഞ്ഞു വരുന്നു ബോധസ്വരൂപൻ. ആത്മാവിൽ ആനന്ദമാടുവാനായി നിയമിച്ച നിയമങ്ങൾ പാലിക്കയായോ നിയമിച്ച നിയമങ്ങൾ പാലിക്കയായോ അറിവാകും നാമങ്ങൾ സ്തുതിക്കുകയായോ നിയമിക്കും നിയമങ്ങൾ പാലിക്കയായോ അറിവാകും നാമങ്ങൾ സ്തുതിക്കുകയായോ നിയമത്തെ പാലിച്ചു നാമം സ്തുതിച്ചാൽ നിയമത്തെ പാലിച്ചു നാമം സ്തുതിച്ചാൽ അറിവാകും ഗുരുവിനെ അകതാരിൽ കാണാം. നിയമത്തെ പാലിച്ചു നാമം സ്തുതിച്ചാൽ അറിവാകും ഗുരുരൂപം അകതാരിൽ കാണാം. അറിവാകും ഗുരുരൂപം അകതാരിൽ കാണാം. ബോധമുദിക്കും ആത്മബോധമുദിക്കും ബോധമുദിക്കും ആത്മബോധമുദിക്കും ശുഭാനന്ദ രൂപവും അകതാരിൽ വാഴും ബോധമുദിക്കും ആത്മബോധമുദിക്കും ശുഭാനന്ദ രൂപവും അകതാരിൽ വാഴും ശുഭാനന്ദ രൂപം അകതാരിൽ വാഴും
അനുഭവമാക്കുവാൻ, ഇങ്ങനെ ഓരോ ആത്മാവിനെയും ശുഭാനന്ദ രൂപമാക്കുവാൻ, ശുഭമായ ആനന്ദം ആത്മാവിൽ അനുഭവമാക്കുവാൻ ശുഭമായ ആനന്ദം ആത്മാവിനെ അനുഭവമാക്കുവാൻ അവതാരം കൈക്കൊണ്ട മഹാശക്തിയുടെ അവതാരം കൈക്കൊണ്ട മഹാശക്തി തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ. തിരുവവതാര സുദിനമിത ആഘോഷിക്കേണ്ടത് ഭക്തലോകത്തിന്റെ കടമയാണ്. ജന്മമെടുത്ത ആരുടെയും കടമയാണ്. പക്ഷെ എല്ലാവരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞവരാരാണ്? നിങ്ങൾ ഭക്തലോകമാണ്. നിങ്ങൾ ഒത്തുചേർന്ന് ഒന്നായി നിന്നുകൊണ്ട് ഇതിനെ ഒരുക്കണം. ആദ്യം എന്താണ് ഒരുങ്ങേണ്ടത്? ഹൃദയം ഒരുക്കി ഈശ്വരാർപ്പണമായി വയ്ക്കണം. എന്നിട്ട് ആഗ്രഹിക്കണം, എല്ലാം ഉന്നതമായി നടക്കുവാൻ ആഗ്രഹിച്ച് സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം. സർവപ്രകൃതികളും തുണയായിരിക്കണമേ, ദൂതപരമ്പരകൾ തുണയായിരിക്കണമേ, ദേവീ ദേവന്മാർ തുണയായിരിക്കണമേ, കടന്നു നിൽക്കുന്ന ത്യാഗിവര്യന്മാരെല്ലാം തുണയായിരിക്കണമേ, പൂർവജന്മ സുഹൃതികളെല്ലാം തുണയായിരിക്കണമേ. അങ്ങനെ ഭക്തലോകം ഒത്തുചേരണമേ. ആ വിധത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നായി നിന്ന് പ്രവർത്തിക്കുമ്പോൾ എല്ലാം ഒരുക്കി, എല്ലാം സ്വീകരിച്ച് എല്ലാവരെയും ആനന്ദിപ്പിക്കുവാൻ അഖിലാണ്ട പ്രശോഭിതനായി വാഴുന്ന പരമാത്മരൂപം കളിയാടി വിളയാടി വാഴുന്നത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. അങ്ങനെ കലിയുഗ അവതാരം എത്ര ആനന്ദമെന്ന് ഓരോ ഹൃദയങ്ങളിലും അനുഭവമാകുവാൻ തക്ക വിധത്തിൽ സർവശക്തിപൂർവ്വം ജന്മനക്ഷത്രം നേരിട്ട് നടത്തുമാറാകട്ടെ. അതിൽ ആരെല്ലാം ഭാഗവാക്കുകളാകണമെന്ന് ദൈവമിതാ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഒരുക്കപ്പെടുക. ആരും തള്ളിക്കളയുവാനിടയാകാതെ, സ്വന്തം കർമ്മദോഷം കൊണ്ട് അന്യമായി പോകാതെ, ആ ആവശ്യമില്ലാത്ത ചിന്താഗതികൾ കൊണ്ട് അന്യപ്പെട്ടു പോകാതെ ഉന്നതമായി ആനന്ദത്തിൽ ഒത്തുചേർന്ന് അനുഭവിക്കുവാൻ ജഗദീശ്വരൻ ഓരോ ഹൃദയങ്ങളെയും കരുതുമാറാകട്ടെ. ഉന്നതമായ ഈ ഭാഗ്യാനുഭവങ്ങൾ, ആനന്ദാനുഭവങ്ങൾ നിറച്ചു നിലനിർത്തിക്കൊണ്ട് ഈ കർമ്മങ്ങൾ നടത്തുമ്പോൾ ഹൃദയപരിശുദ്ധി ഇല്ല എങ്കിൽ അത് പരിപൂർണമായി അനുഭവിക്കുവാൻ കഴിയില്ല. ഉദാഹരണം ഞാൻ പറയാം. നല്ല മനോഹരമായ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു.
വേണ്ടി ഓട്ടെ, നിങ്ങൾ എല്ലാവരും സിനിമ കാണുന്നവരാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് ഒരു എരീച്ച വന്ന് കണ്ണിൽ വീണുന്നിരിക്കട്ടെ. അവിടുന്ന് ഒരു എരീച്ച വന്ന് കണ്ണിൽ വീണെന്നിരിക്കട്ടെ. കണ്ണു തുറക്കാൻ പറ്റുകയില്ല, കാരണം എരിയുകയാണ്. കണ്ണു തുറക്കാൻ പറ്റുകയില്ല, എരിയുകയാണ്. ആ മനോഹര കാഴ്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. മനോഹര കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ കണ്ണു തുറക്കാൻ. അപ്പൊ അടുത്തിരിക്കുന്നവരിൽ ആഹ്ലാദിച്ച് തിമിർപ്പിൽ കൈയടിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുകയാണ്. അടുത്തിരിക്കുന്നവരെല്ലാം ആഹ്ലാദത്തിൽ കൈയടിക്കുകയും ബഹളം വയ്ക്കുകയും ഇത് ചെയ്യുകയാണ്. ഒന്നും ഒരു നിമിഷം പോലും കണ്ണും തുറക്കാനോ കാണാനോ പറ്റുന്നില്ല. ഒന്നും കണ്ണു തുറക്കാനും കാണാനും പറ്റുന്നില്ല. അത് കഴിഞ്ഞ് കണ്ണിൽ വെള്ളമൊക്കെ കണ്ണുനീര് കൊണ്ട് തന്നെ അതെല്ലാം കഴുകി, കണ്ണുനീര് കൊണ്ടെല്ലാം കഴുകി, കണ്ണ് തന്നെ സ്വയം അത് കഴുകി. കണ്ണു തന്നെ സ്വയം ഈ കരട് കൈ കൊണ്ട് എടുത്തും കളഞ്ഞപ്പോ കരട് കൈ കൊണ്ട് എടുത്തും കുറച്ചു നേരത്തേക്ക് ഒരു മങ്ങലോടുകൂടി കുറെയൊക്കെ കാണാൻ പറ്റി. മംഗലോടുകൂടി കുറെയൊക്കെ കാണാൻ, അപ്പോഴും പൂർണ്ണമായി കാണാൻ പറ്റുന്നില്ല. പൂർണ്ണമായി കാണാൻ പറ്റും. ഇതുപോലെ ആയിരിക്കും ഈ ഉന്നതമായ ആനന്ദാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ഞാൻ ഈ കർമ്മങ്ങൾ നടത്തുമ്പോ ആവശ്യമില്ലാത്തത് ചിന്തിച്ചും ആവശ്യമില്ലാത്തത് പറഞ്ഞും ഈ കോലാഹലങ്ങളിലൊക്കെ പെട്ടും ജീവിതം ചെയ്താൽ ഈ ആനന്ദം ഒരു കണിക പോലും ആത്മാവിൽ അനുഭവിക്കുവാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ, ഹൃദയം ഹൃദയേശൻ ഹൃദയത്തിൽ കളിയാടിടും. ഓരോ ഹൃദയങ്ങളും അതിനായിട്ട് അങ്ങ് ഒരുങ്ങണം. ഒരു തീരുമാനം ഹൃദയത്തിൽ ഉണ്ടാവണം. എന്റെ ഉടമസ്ഥന്റെ ജന്മദിനമാണ് നടക്കാൻ പോകുന്നത്. എന്നെ കൊണ്ട് കഴിയുമെന്ന വിധത്തിൽ ഒരുക്കപ്പെടേണ്ടത് എന്റെ ആവശ്യമാണ്. വർഷങ്ങളായിട്ട് ഒരു വർഷക്കാലമായി ഇതിന് വർഷങ്ങളോളമായി നടക്കുന്ന ഈ കർമ്മങ്ങളിൽ മുടങ്ങാതെ പങ്കെടുക്കുകയും അവരവരെ കൊണ്ട് ആവും വിധം ഓരോ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയും അങ്ങനെ മുടങ്ങാതെ ഇത് ചെയ്ത് ഈ ആനന്ദം നിറച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേക ജന്മങ്ങളുണ്ട്. അനേകം ജന്മങ്ങൾ അപ്രകാരമുണ്ട്. അവരെ ഒന്നും ഞാൻ മറക്കുകയില്ല. അവർക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിൽ കൂടി ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. സർവത്രകാരകനാകുന്ന ഈശ്വരന്റെ തിരുവവതാര സുദിനത്തെ ഘോഷിക്കുവാൻ ആവശ്യമായതെല്ലാം ഈ പ്രപഞ്ച പ്രകൃതിയിൽ താൻ തന്നെ നിയന്ത്രിച്ച് നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ തന്റെ സന്താനങ്ങൾ ഒരുക്കപ്പെട്ടെങ്കിൽ മാത്രമേ അവരിലേക്ക് ഇതെല്ലാം എത്തിച്ചു കൊടുക്കുകയുള്ളൂ. ആ വിധത്തിൽ എത്തിയെങ്കിൽ മാത്രമേ അതെല്ലാം പ്രാവർത്തികമാവുകയുള്ളൂ. അതിനാണ് ഈ ഒരുക്കം ആവശ്യമായിരിക്കുന്നത്. ഉള്ളൊരുക്കം ആവശ്യമാണ്. അത്യന്താപേക്ഷിതമായ ഒരു കർമ്മമാണത്. യാതൊരു മാലിന്യങ്ങളും കടന്നു വരാതെ ഗുരുവിനെ സർവാശ്രയമായി കരുതിക്കൊണ്ട് എന്റെ ജന്മത്തെ അറിയിച്ച് എന്നിൽ ഈ ആനന്ദം അനുഭവമാക്കുന്ന എന്റെ ഗുരുവിന്റെ ജന്മദിനം ഏറ്റവും മഹനീയമായത് ആഘോഷിക്കണമെന്ന് തീരുമാനിക്കുന്നവരൊന്ന് കൈവർത്തി കണ്ടാക്കൊള്ളാം. ജന്മിയാകും ഗുരുവിന്റെ ജന്മദിനം ആഘോഷിപ്പാൻ, ജന്മിയാകും ഗുരുവിന്റെ ജന്മദിനം ആഘോഷിപ്പാൻ, ജന്മമെടുത്ത ആത്മലോകം ഒരുങ്ങിക്കൊള്ളാം. ജന്മമെടുത്ത ആത്മലോകം ഒരുങ്ങിക്കൊള്ളാം. ഉന്നതനാകുന്ന ദൈവത്തിന്റെ കാരുണ്യത്തിൽ ഉന്നതനാകുന്ന ദൈവത്തിന്റെ ജന്മദിനം ഉന്നതനാകുന്ന ദൈവത്തിന്റെ മക്കളൊത്തുചേർന്ന് ഉന്നതമായി നടത്തുവാൻ തീരുമാനം ചെയ്തിരിക്കുന്നു. സർവപ്രകൃതികൾ ഒരുങ്ങി തുടങ്ങി, ദൂതന്മാർ ഒരുങ്ങി തുടങ്ങി, ദേവീദേവന്മാർ ഒരുങ്ങി തുടങ്ങി, ആത്മലോകവും ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇനി ഒരുങ്ങാത്തവർ ഒരുങ്ങിക്കൊള്ളുക, ഒരുങ്ങിക്കൊള്ളുക, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക, ജന്മദിനം ഘോഷിക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. ഒരുങ്ങിക്കൊള്ളുക, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക, ജന്മദിനം
ശിഷ്യന്മാരുടെ കടമയാണെന്നുള്ള ഓർമ്മയോടുകൂടി ഗുരുവിന്റെ ജന്മദിനം ആഘോഷിക്കേണ്ടത് ശിഷ്യന്മാരുടെ കടമയാണ്. എല്ലാവരും ഒരുങ്ങിക്കൊള്ളുക. എല്ലാവരും ഒരുങ്ങിക്കൊള്ളുക. 10 ദിവസമായിട്ടാണ് നമ്മൾ ഉത്സവം നടത്തുന്നത്. 10 ദിവസമായിട്ടാണ് ഉത്സവം നടത്തുന്നത്. ഈ മാസം 28-ാം തീയതി തിങ്കളാഴ്ച ആദർശ കൊടി ഉയർത്തി. ഈ മാസം 28-ാം തീയതി തിങ്കളാഴ്ച ആദർശ കൊടി ഉയർത്തി. മെയ് മാസം 7-ാം തീയതിയാണ് 10-ാം ദിവസം ഉത്സവം നടക്കുന്നത്. മെയ് മാസം 7-ാം തീയതിയാണ് 10-ാമത്തെ ഉത്സവം നടക്കുന്നത്. അന്നാണ് മേടമാസത്തിലെ പൂരം നക്ഷത്രം. അന്നാണ് മേടമാസത്തിലെ ആ പൂരം നക്ഷത്രമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജന്മദിനം. ആ പൂരം നക്ഷത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആ ജന്മനക്ഷത്രമാണ് നിങ്ങൾ ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്നത്. നക്ഷത്രമാണ് നമ്മൾ ഒത്തൊരുമിച്ച്. അങ്ങനെ അനേകായിരം ഹൃദയങ്ങൾ ഒത്തുചേർന്ന് നിന്നുകൊണ്ട് അനേകായിരം ഹൃദയങ്ങൾ ഒത്തുചേർന്ന് ഈ 10 ദിവസവും ഉത്സവം ഉന്നതമായി തന്നെ നടത്തപ്പെടണം. ഈ 10 ദിവസവും ഉത്സവം ഉന്നതമായി തന്നെ അപ്പൊ അതിന് ക്രമമായി ഓരോ നിശ്ചയങ്ങൾ ചെയ്ത് നിലനിർത്തിയിട്ടുണ്ട്. ക്രമമായി ഓരോ നിശ്ചയങ്ങൾ ചെയ്ത് നിലനിർത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായ കാര്യമാണ് നമ്മുടെ ജന്മനക്ഷത്ര സ്തുതി. ഏറ്റവും പ്രധാനമായ കാര്യമാണ് ജന്മനക്ഷത്രം. എല്ലാ ശാഖകളിൽ നിന്നും അവരവർക്ക് നിയോഗിച്ചിരിക്കുന്ന ദിവസം തന്നെ ഇവിടെ വന്നു ചേർന്ന് ആശ്രമ പ്രദർശനത്തിലും സ്തുതിയിലും പങ്കെടുത്ത് ജന്മനക്ഷത്ര മഹോത്സവത്തിന്റെ ആനന്ദത്തെ ഹൃദയത്തിൽ നിറച്ചെടുക്കുക. ജന്മനക്ഷത്ര ആഘോഷത്തിന്റെ ആനന്ദത്തെ ഹൃദയത്തിൽ നിറച്ചെടുക്കുക. അങ്ങനെ ഹൃദയം നിറച്ച ആനന്ദവുമായി 9ഉം 10ഉം ദിവസങ്ങളിൽ നടക്കുന്ന ഘോഷയാത്രയിലും പ്രകാശയാത്രയിലും സമ്മേളനങ്ങളിലും എല്ലാം പങ്കെടുത്ത് ആനന്ദ നിർവൃതിയോടുകൂടി നിന്ന് ആദർശ കൊടിയും ഇറക്കി ഉന്നതമായ ആദർശ ജീവിതം പുതിയ വർഷത്തേക്ക് എല്ലാ കരുതലോടും കൂടി 143ാമത് ശുഭാനന്ദ വർഷം സമ്പൂർണമായ ഐശ്വര്യത്തോടുകൂടി നടത്തപ്പെടുവാൻ, ആനന്ദത്തോടുകൂടി നടത്തപ്പെടുവാൻ എല്ലാം നിറച്ചെടുത്തുകൊണ്ടാണ് നമ്മൾ ആദർശ കൊടി ഇറക്കി ഭവനങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ നിറയപ്പെടുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാം ഉന്നതമായ ജഗദീശ്വരൻ നടത്തട്ടെ. ഉന്നതമായ എന്റെ നടത്തിപ്പിനായി എന്തെല്ലാം ഒരുക്കപ്പെടണമോ എന്റെ ഭക്തന്മാർക്കറിയാം. അവരെല്ലാം വന്ന് ഓരോന്ന് ഒരുക്കിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ ആരെയും കൂലിക്ക് വിളിച്ചല്ല ഒന്ന് ഒരുക്കുന്നത്. എന്റെ സന്താനങ്ങൾ തന്നെ വന്നാണ് ഇതെല്ലാം ഒരുക്കുന്നത്. അങ്ങനെയാണ് എല്ലാ കാലവും അങ്ങനെ തന്നെയാണ് നടക്കേണ്ടത്. ചില കാര്യങ്ങൾക്കൊക്കെ ചില ആളുകളുടെ അപര്യാപ്തത വരുമ്പോ ചില ആളുകൾ എന്നെ ഉപദേശിക്കാറുണ്ട്. വലിയ രീതിയിൽ പണി ചെയ്യുന്ന ബംഗാളികളെ കിട്ടും ഞാൻ വിളിച്ചോണ്ട് വരാം. ബംഗാളികൾ നമുക്ക് അന്യരല്ല, ഒരു ദേശക്കാരും നമ്മൾക്ക് അന്യരല്ല. പക്ഷേ ഈ സത്യം കേട്ട് ഈ നിയമത്തിൽ ജീവിക്കുന്ന എന്റെ സന്താനങ്ങൾ അവരറിഞ്ഞു വന്നത് ചെയ്യുമ്പോഴാണ് പരിപൂർണതയിൽ എത്തുന്നത്. അങ്ങനെ പരിപൂർണമായ കർമ്മങ്ങളെ പരിപൂർണ ഭക്തിയോടുകൂടി നിർവഹിച്ച് പരിപൂർണ ഫലത്തെ ആത്മാവിൽ കൊടുക്കുവാനാണ് പരിപൂർണ ശക്തി ശുഭാനന്ദ നാമത്തിൽ അവതാരമായി വന്നു വാഴുന്നത്. അതുകൊണ്ട് ഭക്തന്മാരെ ഓപിച്ചെല്ലാം ഒരുക്കിക്കൊള്ളുക. ഉള്ളും കുറവുമായി പല കാര്യങ്ങളും ഒരുക്കപ്പെടാനുണ്ട്. എല്ലാം വേണ്ട വിധത്തിൽ അന്വേഷിച്ച് അറിഞ്ഞൊരുക്കണം, ആരെയും വിളിച്ചു പറഞ്ഞിട്ടല്ല. പേരെഴുതി ഇവിടെ നോട്ടീസ് ഒട്ടിച്ച് ഇന്ന ഇന്ന വിഭാഗത്തിൽ ഇന്ന ഇന്ന ആളുകൾ കർമ്മം ചെയ്യുന്നു എന്ന് കാണിക്കാനല്ല. വാട്സപ്പിൽ കൂടി പരസ്യം കൊടുക്കാനല്ല. ഞാൻ താണ്ടെ ശുഭാനന്ദാശ്രമത്തിലെ സൗദത്തിൽ ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാനല്ല. ഉന്നതനാകുന്ന ഗുരുവിന്റെ കാരുണ്യം ഒരു നിമിഷമെങ്കിലും ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി കർമ്മം ചെയ്യണം. അഹങ്കാരത്തിന് വേണ്ടിയല്ല, എല്ലാം പൂരം നക്ഷത്രത്തിന്റെ അലങ്കാരത്തിന് വേണ്ടി വരണം. അങ്ങനെ അഹങ്കാരമില്ലാത്ത അലങ്കാരങ്ങൾ ഒരുക്കി മാനവകുലത്തിന്റെ അലങ്കാരനായ ദൈവത്തിന്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഭക്തലോകം ഒന്നിച്ചൊരുങ്ങിക്കൊള്ളുക. ഒരുക്കപ്പെടുന്ന ഹൃദയങ്ങൾ ഒരുങ്ങുവാൻ ഞാൻ തന്നെ ഇതാ പ്രത്യക്ഷമായി ഇവിടെ നിലകൊള്ളുകയാണ്. നിങ്ങളെ ഒരുക്കാൻ ഞാനിതാ കൂടെ നിലകൊള്ളുകയാണ്. ഞാൻ എങ്ങും പോയിട്ടില്ല, ഞാൻ എങ്ങും പോവുകയുമില്ല. പോകാനായി വന്നതല്ല, പോകാനായി വന്നവനല്ല, വാഴാനായി വന്നതാണ്. പോകാനായി വന്നവനല്ല, വാഴാനായി വന്നവനാണ്.
ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചു കൊള്ളുക, അണിയണിയായി ചേർന്നുകൊള്ളുക, നിരനിരയായി കർമ്മിച്ചുകൊള്ളുക. എല്ലാം ആനന്ദമായി ഭവിക്കട്ടെ, ആനന്ദോത്സവമായി ഭവിക്കട്ടെ. ഉത്സവം ആഘോഷിക്കാം, ഞാൻ ഉത്സവം ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ പൂരമായി ആഘോഷിക്കാം. ഉത്സവം ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ പൂരമായി ആഘോഷിക്കാം. അങ്ങനെ ഉന്നതമായ ആനന്ദോത്സവം എല്ലാ ഹൃദയങ്ങളിലും അനുഭവമാകുവാൻ 143ാമത് പൂരം ജന്മനക്ഷത്രം സാക്ഷാത് ശുഭാനന്ദ ദിവ്യരൂപം പ്രത്യക്ഷമായി നടത്തുമാറാകട്ടെ. സർവപ്രകൃതികളും തുണയാകട്ടെ, സർവലോകങ്ങളും തുണയാകട്ടെ, സർവദേവീദേവന്മാർ തുണയാകട്ടെ, സർവദൂത പരമ്പരകൾ തുണയാകട്ടെ, സർവസൂക്ഷ്മരൂപികളും തുണയാകട്ടെ. സർവശക്തി പ്രത്യക്ഷമായി നിന്നെല്ലാം നടത്തട്ടെ. എല്ലാ സന്താനങ്ങളെയും സന്തോഷമായി ഇവിടെ എത്തിക്കുമാറാകട്ടെ. എല്ലാ ഉന്നതന്റെ എഴുന്നള്ളത്തോടുകൂടി നടത്തപ്പെടുമാറാകട്ടെ. ഉന്നതമായ മഹാഗോപുരം, സാക്ഷാത് സർവശക്തി നടത്തുന്ന മഹാഗോപുരം, ഉന്നതമായ ആദർശ വിളംബര മഹാഗോപുരം, ഹൃദയശാസ്ത്ര ഗോപുരം, വിശ്വമഹാഗോപുരം, സാക്ഷാത് ശുഭാനന്ദ ദിവ്യശക്തി തപസ് ചെയ്തതിന്റെ സ്മരണാർത്ഥം നിർമ്മിക്കുന്ന മഹാഗോപുരം. ഏറ്റവും വേഗം അത് പൂർത്തീകരിക്കപ്പെടുവാൻ മഹാശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി ഒരു തപോജന്മത്തെ ഇതാ സ്വീകരിച്ച് ആത്മദീപം എന്ന് നാമകരണം ചെയ്ത് നിലനിർത്തിയിരിക്കുന്നു. ആരോഗ്യ സൗഖ്യത്തോടെ എന്നും നിലനിർത്തുവാൻ ഈശ്വരൻ കരുണ ചൊരിയട്ടെ. സർവശക്തി അതിലേക്കായി നിയോഗിച്ചിരിക്കുന്ന രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും ഓമനമിത്രങ്ങളെയും ഓരോരുത്തരെയും എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സർവകർമ്മങ്ങൾക്ക് ഉൾക്കർമ്മിയായി സ്ഥൂലാവസ്ഥയിലും സൂക്ഷ്മാവസ്ഥയിലും നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹാശക്തിയുടെ അത്ഭുത കർമ്മങ്ങളെ ഓർത്ത് അനുഭവിച്ചറിഞ്ഞ് നന്ദിപ്പെട്ടുകൊണ്ട് വീണ്ടും വീണ്ടും ആ പാദത്തിൽ നമിച്ചുകൊണ്ട് അതിന്റെ പൂർത്തീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു. ആ ശക്തി പൂർത്തീകരിച്ച് നിങ്ങൾക്കായി ദാനം ചെയ്യുമാറാകട്ടെ. ഓരോരുത്തരും അർപ്പിച്ച നേർച്ചകളെല്ലാം ഞാനിതാ സ്വീകരിക്കുകയാണ്. ഈ ആരാധനയ്ക്ക് ശേഷം ഈ ആദർശത്തെ സ്വീകരിച്ച് സത്യം സ്വീകരിച്ച് ഈ സത്യജീവിതം ആരംഭിക്കുന്ന ഓമന മിത്രങ്ങളെ ഉന്നതമായ ആദർശ ജീവിതം ചെയ്യുവാൻ മഹാശക്തി അവരെ അനുഗ്രഹിക്കട്ടെ. എല്ലാ കർമ്മങ്ങളും ഉപരിയായി നടത്തുവാൻ മഹാശക്തി വേണ്ടതെല്ലാം പ്രകൃതി കൂടി നിങ്ങൾക്ക് ദാനം ചെയ്യട്ടെ. ഇനിയും നടക്കാനിരിക്കുന്ന ശാഖാശ്രമ വാർഷികങ്ങളെല്ലാം ഒന്നിനൊന്നുപരിയായ എല്ലാം ആനന്ദമായി നടത്തപ്പെടുമാറാകട്ടെ. അതിലേക്കായി യാത്ര പുറപ്പെട്ടിരിക്കുന്നവരെയും ഇനിയും പോകാനിരിക്കുന്നവരെയും എല്ലാം സർവശക്തിയുടെ തൃക്കരങ്ങൾ കരുതി കാത്തുകൊള്ളട്ടെ. എല്ലാ ഇടങ്ങളിലും ആനന്ദമായി നടത്ത